ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുമായി ലൈവിലേക്ക് പാകിസ്ഥാൻ വീണ്ടും അതിർത്തി കടന്ന് വെടിവയ്ക്കുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും തുടരുകയാണ്. ഇപ്പോൾ ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷ സമാനമായ സാഹചര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈനികൻ മരിച്ചു, 3 സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഭീകരവാദത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യയും ലോകരാഷ്ട്രങ്ങളും മുന്നോട്ട് പോകുന്നു. പാകിസ്ഥാനോട് സമവായപരമായി കാര്യങ്ങൾ പറഞ്ഞിട്ടും അനുനയിക്കാത്ത പാകിസ്ഥാൻ ഇപ്പോൾ വീണ്ടും അതിർത്തി കടന്ന് പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഇത് ഒന്നും വേണ്ടുമല്ല, പലതവണയായി പാകിസ്ഥാൻ ഇത്തവണത്തിൽ കശ്മീർ അതിർത്തി കടന്ന് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നു, ആക്രമിക്കുന്നു. ഇപ്പോൾ ഒരു സൈനികൻ മരിച്ചിരിക്കുകയാണ്, 3 സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടുകൾ, അതിന് ചൈന നൽകുന്ന പിന്തുണ, അതിനൊക്കെ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇന്ത്യയോട് കളിച്ചവർ പത്തിമടക്കുന്ന ഒരു കാഴ്ച പാകിസ്ഥാന് മുട്ടിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പേടിച്ചു നിൽക്കുകയാണ്. ഒപ്പം ചൈനയും നിലപാട് മയപ്പെടുത്തുന്നു എന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. അതായത് ചൈന നിലപാട് മയപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ലുവോ ഷാഹുയി പറഞ്ഞിരിക്കുകയാണ്, ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചൈന നിലപാട് മയപ്പെടുത്തി വന്നിരിക്കുന്നത്. UN രക്ഷാസമിതിയിൽ മസൂദ് അസറിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ചൈന തടഞ്ഞത് 4 ദിവസം മുൻപാണ്. എന്നെ വിശ്വസിക്കൂ, ഇതൊരു സാങ്കേതിക തടസ്സം മാത്രമാണ്, ചർച്ചകൾ തുടരും, പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നൊക്കെയാണ് ചൈനീസ് അംബാസിഡർ ഇന്ത്യയിൽ പറഞ്ഞത്. വാർത്താ ഏജൻസിയായ ANA-യോട് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യങ്ങളാണ്. മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ വളരെ കാലത്തെ ഒരു ആവശ്യമാണ്. ചൈന അത് പലതവണ വീറ്റോ അധികാരം ഉപയോഗിച്ച് തടസ്സപ്പെടുത്തിയിരുന്നു. ഏറ്റവും ഒടുവിലെ ചൈനയുടെ ഇടപെടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന സൂചനകൾ ഒക്കെ നൽകിയിരുന്നു. അതേസമയം ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം ചർച്ചകളും ഒക്കെ സജീവമായി തുടരുമെന്ന നിലപാട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ ഇതൊക്കെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുന്നിൽ ചൈനയും മുട്ടുമടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ പുറത്തുവരുന്നത്. ചൈന മസൂദ് അസറിനെ കുടുക്കും, ഇനി പിന്നോട്ടില്ല. ജെയ്ഷെ മുഹമ്മദ് താവളങ്ങൾ ഇന്ത്യ ബലാക്കോട്ട് തിരിച്ചടി നടത്തിയപ്പോൾ അന്ന് ചെറിയ എതിർപ്പും വിയോജിപ്പുമായി മാറി നിന്നവർ വരെ പിന്നീട് ഇന്ത്യയുടെ നിലപാടുകളോടൊപ്പം നിൽക്കുകയായിരുന്നു. ആഗോള ഭീകരന്മാരെ ലോകത്തു നിന്നും തുരത്തുന്നതിന് ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് വലിയ പിന്തുണയാണ് റഷ്യയും ഫ്രാൻസും അമേരിക്കയും അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ നൽകുന്നത്. ഏതായാലും ചൈനീസ് നയതന്ത്ര പ്രതിനിധി ലുവോ ഷോഹായ് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു, മസൂദ് അസറിനെ കൊടുക്കാം, ഇന്ത്യയുടെ ആശങ്ക മനസ്സിലാക്കുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട്. മസൂദ് അസറിനെ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഉടൻ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ അതിർത്തി കടന്ന് വീണ്ടും തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ജവാന്മാരിൽ ഒരു സൈനികന് പരിക്കേറ്റിരിക്കുന്നു, 3 പേർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്, ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. ഏതായാലും അതിർത്തിയിൽ സ്ഥിതി ശാന്തമല്ല, വീണ്ടും അശാന്തിയുടെ താഴ്വരയായി ജമ്മു കശ്മീർ മാറുകയാണ്. നേരത്തെ ഫെബ്രുവരി 14 തുടങ്ങിയ സംഘർഷ സമാനമായ സാഹചര്യങ്ങൾക്ക് ഇതുവരെ ഒരു അറുതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.